ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. വിഷുവിന് വാങ്ങിയ കമ്പിത്തിരിയും മത്താപ്പവും പടക്കമൊക്കെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷം തുടങ്ങിയത് കേട്ടോ. ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പാതിരയ്ക്ക് നടക്കുന്ന പാതിരാ കുർബാന തന്നെയാണ് കേട്ടോ. ഒരു വർഷത്തിൽ 2 തവണയാണ് പള്ളികളിൽ പാതിരാ കുർബാന നടക്കുള്ളൂ. ഒന്ന് ക്രിസ്മസിനും മറ്റേത് ഈസ്റ്ററിനും. കല്ലറയൊക്കെ തുറന്ന് കർത്താവ് ഉയർത്ത് വരുന്നതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എല്ലാ പള്ളികളിലും പാതിരാ കുർബാനയോടനുബന്ധിച്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ഉയർപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. സത്യത്തിൽ ഈ ഒരു ഉയർപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന എല്ലാവരും അന്ന് പാതിരാ കുർബാനയ്ക്ക് പോകും കേട്ടോ. കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്ത് വരുന്നതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇതുപോലെ ഉയർത്ത് വരുന്നതായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ എല്ലാ പള്ളികളിലും ഈ ഒരു സമയത്ത് ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ഒരു സമയത്തിനപ്പുറം അതിനൊരു സൊല്യൂഷൻ, അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നൊരർത്ഥം കൂടെ ഈ ഒരു ഈസ്റ്ററിന് കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഈസ്റ്ററിൻ്റെ മറ്റൊരു അട്രാക്ഷൻ അന്നത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ. 50 ദിവസത്തെ നോമ്പിന് ശേഷമുള്ളൊരു നോമ്പ് മുറിക്കൽ കൂടിയാണ് കേട്ടോ ഈസ്റ്ററിൻ്റെ അന്നത്തെ ഫുഡ്. അപ്പോൾ ഇവിടെ പച്ചക്കായൊക്കെ ചേർത്ത വറുത്തരച്ച പോട്ടിക്കറി റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫും തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. ബീഫില്ലാത്ത ക്രിസ്മസോ ഈസ്റ്ററോ ഒന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ട വിഭവമായിരിക്കും എല്ലാവർക്കും ബീഫ്. അപ്പോൾ ഇവിടെ ബീഫ് നന്നായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ ചെമ്മീൻ തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പീരയാക്കിയിട്ട് റെഡിയാക്കിയ ചെമ്മീൻ തോരനുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, നല്ല ഉപ്പും മുളകും എല്ലാം ചേർത്ത് പൊരിച്ചെടുത്ത ചിക്കൻ വറുത്തതുണ്ട്. അതുപോലെ തന്നെ കരിമീൻ ഫ്രൈ ഉണ്ട്. ഒരുപാട് വിഭവങ്ങൾ ഇത്തവണ ഈസ്റ്ററിന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇത്തവണ 50 നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് വിടലിനോടനുബന്ധിച്ച് ഒരുപാട് വിഭവങ്ങൾ ഇത്തവണ ഈസ്റ്ററിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഭവങ്ങളൊക്കെ ചേർത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ 2025 ഈസ്റ്റർ അങ്ങനെ അങ്ങോട്ടേക്ക് കടന്നുപോയി. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. നിങ്ങളുടെ ഈസ്റ്റർ എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഈസ്റ്റർ പുത്തൻ പ്രതീക്ഷകളുടെ കൂടെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ 2025 വിഷുവും ഈസ്റ്ററും എല്ലാം അങ്ങനെ കടന്നുപോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.